ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ വാങ്ങിയ കുറച്ച് ചെമ്പരത്തികൾ വാങ്ങാനായിട്ട് DTDC കൊറിയറിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയത് ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടിട്ട് ഓരോ പേജസിലെ പോസ്റ്റ്, അതായത് നമ്മുടെ അഗ്ലോണിമ കലാത്തിയ സെയിൽ, അല്ലെങ്കിൽ വീട്ടിലെ ചെടികൾ വിൽപ്പനയ്ക്ക്, അങ്ങനെയൊക്കെ ഓരോ സെയിൽ പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. സമീറ എസ് എന്ന് പറയുന്ന ഒരാളുടെ സെയിൽ പോസ്റ്റ് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത്. ഞാൻ വാങ്ങിയത് മൊത്തം അടുക്ക് ചെമ്പരത്തികളായിരുന്നു. അങ്ങനെ DTDCയുടെ അടുത്ത് പോയി സൈനൊക്കെ ചെയ്ത് സാധനം വാങ്ങി വീട്ടിൽ വന്നിട്ട് നമ്മൾ കൊറിയർ പൊട്ടിക്കുകയാണ്. അത്യാവശ്യം നല്ല പാക്കിംഗ് ഒക്കെയാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് തൈകളൊക്കെ എടുത്ത് നോക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു കപ്സിലായിരുന്നു, അതായത് ഈ ഓർക്കിഡ് കപ്സില്ലേ, ചെറിയ ചെറിയ ഓർക്കിഡിൻ്റെ പോലത്തെ കപ്സുകൾ, ഒരു 1 റുപ്പീസ് 2 റുപ്പീസിനൊക്കെ കിട്ടുന്ന കപ്പുകൾ. അങ്ങനെ 5 തൈകളും പുറത്തെടുത്തു. ചെറിയൊരു വാട്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ലാതെ ഒരു ദിവസം അതിനകത്ത് ഇരുന്നതിൻ്റേതായിട്ടുള്ള ഒരു വാട്ടമേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം നല്ല നന്നായിട്ട് അവർ നനച്ച്, പേപ്പറൊക്കെ നനച്ച് മണ്ണൊന്നും പോവാതെ അവരത് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 തൈകളും എടുത്ത് ഞങ്ങൾ ഹെൽത്തി ആണോ എന്നൊക്കെ നോക്കുമായിരുന്നു. ഹെൽത്തിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ആ ഒരു ചെറിയൊരു വാട്ടം വെള്ളം നനച്ച് കഴിഞ്ഞാൽ ഉള്ള വാട്ടം മാത്രമേ ഉള്ളൂ. അങ്ങനെ 5 കൊറിയറും 5 പ്ലാന്റ്സും എടുത്തു വെച്ചു. ഏറ്റവും ഡ്വാർഫ് തൈകളായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വേരൊക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. എങ്കിൽ പോലും ഞാനിപ്പോൾ ഈ പോട്ടിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാനായിട്ടൊന്നും മണ്ണ് കളഞ്ഞ് മാറ്റി വേറെ റീപോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഇതോടുകൂടി ചട്ടിക്കകത്ത് ഇറക്കി വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, അതായത് കുഞ്ഞു കുഞ്ഞു ചട്ടിക്കകത്ത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി മണ്ണും ചാണകവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ചട്ടികൾക്ക്, അതായത് നല്ല ഡ്രെയിനേജ് ഉള്ള ചട്ടിക്കകത്ത് മണ്ണും ചാണകപ്പൊടി കൊണ്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തിലേക്ക് ഇത് ഡയറക്റ്റ് ഇറക്കി വെക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. നമ്മുടെ മണ്ണുമായിട്ട് കുറച്ചുകൂടി ഇഴുകി ചേർന്ന് കുറച്ചുകൂടി റൂട്ടൊക്കെ ഓടട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പം ഇതുപോലുള്ള കപ്പുകൾ കാണും, മിക്ക ചെമ്പരത്തികളിലും കപ്പ് കാണും. പക്ഷേ അത് നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത്, അതായത് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന മണ്ണ് മൊത്തം കളഞ്ഞ് ആ മണ്ണ് ഫുള്ള് പോയി നമ്മൾ ഈ ഓർക്കിഡിൻ്റെ കപ്പുണ്ടെങ്കിൽ അത് മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ അത് നമ്മുടെ മണ്ണിലേക്ക് മാറ്റാനായിട്ട്. പക്ഷേ ഇതിപ്പം കുഞ്ഞു തൈകളായതുകൊണ്ടാണ് ഞാൻ ആ ഓർക്കിഡിൻ്റെ കപ്പ് മാറ്റാതെ. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത 5 കളേഴ്സ്. ഒന്ന് പിങ്ക്, അതിനടുത്തത് വൈറ്റ്. ഈ വൈറ്റൊന്നും ഞാനിങ്ങനെ ഡബിൾ പെറ്റലിൽ നിന്നും കണ്ടിട്ടേ ഇല്ല. അപ്പം വെറൈറ്റി കളേഴ്സ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇത് ഓർഡർ ചെയ്യുന്നത് അവരുടെ നിന്ന്. പിന്നെ ഇത് മഞ്ഞ, പീച്ച് കളറ്, അതേപോലെ തന്നെ ഈ നീല കളർ ഭയങ്കര ഭംഗി കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഡബിൾ പെറ്റൽ, ഇതിൻ്റെ സിംഗിൾ പെറ്റൽ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എങ്ങും കണ്ടിട്ടില്ല. നല്ലൊരു വെറൈറ്റി ആയിരുന്നത്. അങ്ങനെ ഈ 5 തൈകളും ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ചാണകവും മണ്ണും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തു. അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇച്ചിരി വെള്ളമൊക്കെ തളിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ 5 കളറ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് വളർന്ന് ഇതിൻ്റെ ഓരോ സ്റ്റേജസ് ആയിട്ട് ഞാൻ നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാം. പൂവുണ്ടായി കഴിയുമ്പോഴും അതിൻ്റെ വീഡിയോയും എടുത്ത് കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒപ്പം തന്നെ ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.